സൂറത്തു സുമർ 75 ആയത്തുകളും 8 റുക്കുകളുമാണുള്ളത്. തങ്ങളുടെ മക്ക ജീവിതത്തിലെ ആരംഭഘട്ടത്തിൽ അവതരിച്ച ഇപ്പോൾ സൂറത്തിൻ്റെ തുടക്കം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ്റെ പരാമർശം, അതിനുശേഷം തൗഹീദ്, അതിൻ്റെ വിഷയങ്ങൾ. ഈമാൻ്റെ അടിസ്ഥാനം തന്നെ തൗഹീദാണ്. അപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആണ് കൂടുതൽ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്ന അവൻ്റെ ഖുദ്റത്ത്, അതിൽ നമ്മൾ കണ്ണോടിക്കുക. അതിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വ്യത്യസ്ത തെളിവുകളിലൂടെ ഷിർക്കിനെ ഇവിടെ കണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പല തെളിവുകളുണ്ട്. വീണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ, പ്രപഞ്ചത്തിൽ നോക്കാതെ നമ്മുടെ തന്നെ സൃഷ്ടിപ്പ്, നമ്മുടെ മനുഷ്യനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പല അത്ഭുതങ്ങൾ, അത് പല ഘട്ടങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. അതിലൊന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഉറക്കം. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ട് അവൻ്റെ ജീവിതോപാധിക്ക് വേണ്ടി അവൻ കഷ്ടപ്പെടുന്നു. അവന് സമാധാനം കിട്ടാൻ വേണ്ടി അവന് ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ വിവരിക്കുന്നു. ശേഷം മക്ക മുശ്രിക്കീങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും എല്ലാം അള്ളാഹുവാണ് സൃഷ്ടിച്ചതെങ്കിലും ഈ വിഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നുള്ള മക്ക മുശ്രിക്കീങ്ങളുടെ തെറ്റായ അവരുടെ വിശ്വാസങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഇവിടെ ഖണ്ഡിക്കുകയാണ്. വീണ്ടും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒരു അത്ഭുതമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഇരുളുകളിൽ മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടും, നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം വയറ്റിനുള്ളിലാണെങ്കിലും അവിടെ തന്നെ 3 ഇരുളുകളാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു തന്നു, ഒന്ന് വയറിനകത്തുള്ള ഇരുളാണ്, പിന്നെ അതിനുള്ളിലാണ് ഗർഭപാത്രമുള്ളത്. ഇനി ആ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്ലാസൻ്റയിലും കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, വളർത്തുന്നു. ഈ രീതിയിൽ 3 ഇരുളുകളിലായിട്ട് ഒരു കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകുന്നു. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കഷ്ടപ്പാടുകൾ, കാഫിരീങ്ങളുടെ ഉപദ്രവം, അത് ഒരുപാട്, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ നല്ലതുപോലെ മുസ്ലിമീങ്ങൾക്ക് കാഫിരീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഉപദ്രവങ്ങളുടെ പേരിൽ അവർക്ക് ഹിജ്റ ചെയ്യാനുള്ള അനുവാദം ഈ സൂറത്തിൽ അവർക്ക് നൽകുന്നു. ഇതിനുശേഷം മുസ്ലിമീങ്ങൾ ചിലർ ഇവിടെ എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്തു പോകുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജുസുവിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഷിർക്കിനെ ഖണ്ഡിച്ചുകൊണ്ടൊരു ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കി തരുന്നു. ഒരു അടിമ, ആ അടിമയ്ക്ക് സ്വസ്ഥമായി ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു യജമാനൻ ഒരു കാര്യം പറയും, അത് കേട്ട് അടുത്ത യജമാനൻ മറ്റൊരു കാര്യം പറയും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത ആൾ മറ്റൊരു കാര്യം പറയുന്നത്. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ആശയക്കുഴപ്പത്തിലായി അവന് ജീവിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതേസമയം ഒരടിമയ്ക്ക് ഒരേ ഒരു യജമാനനാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണമായും അവൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ജോലി പൂർണ്ണമായി ചെയ്ത് തീർക്കാനും കഴിയും. ഈ രീതിയിൽ ഷിർക്കും തൗഹീദും തമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിവരിച്ചിരിക്കുകയാണ്. അപ്പം അള്ളാഹു ഒരൊറ്റ യജമാനൻ, അപ്പോൾ അള്ളാഹു മാത്രമാണ് നമുക്കുള്ളത്, ആ അള്ളാഹുവിൽ മാത്രമാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നാണ് നമുക്കതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. 24-ാമത്തെ ജുസ് സൂറത്തു സുമറിൻ്റെ 32-ാമത്തെ ആയത്ത് മുതലാണ് തുടങ്ങുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫമൻ അളലമു മിമ്മൻ കദബ അലല്ലാഹി വകദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ എന്ന ആയത്ത്. ഈ ആയത്തിൽ തന്നെ കാഫിരീങ്ങൾ അവരുടെ കള്ളത്തരങ്ങൾ, അള്ളാഹിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നു, അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുന്നു, പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പര്യവസാനം നരകമാണ്, അള്ളാഹു അവർക്ക് നരകം ഒരുക്കി വച്ചിരിക്കുകയാണ് എന്ന് കൃത്യമായി ഈ സൂറത്തിൻ്റെ തുടക്കം എന്ത് ചെയ്യുന്നു, പറയുന്നു. അതേസമയം രണ്ടാമത്തെ ഗ്രൂപ്പ് അമ്പിയാക്കളും അവരെ പിൻപറ്റിയവരുമാണ്. അവരെ പിൻപറ്റിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്.
ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പാപികളെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്തവരുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല, അതെപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷ വിടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്നുള്ള കാര്യം കൃത്യമായി ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. പിന്നെ കാഫിരീങ്ങളെ തെറ്റായ വിശ്വാസങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് എന്ന് താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അള്ളാഹു ആണെന്ന് പറയും. എന്നാൽ പിന്നെ അവരോട് ചോദിക്കുക, പിന്നെ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിക്കുന്നത് എന്ന് അവരോട് ചോദിക്കാൻ വേണ്ടി ഒരു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു ചോദ്യോത്തര രൂപത്തിൽ കാഫിരീങ്ങളുടെ ആ വിശ്വാസത്തെ ഖണ്ഡിക്കുന്ന രൂപമാണ് അടുത്തതുള്ളത്. പിന്നെ അതിനുശേഷം ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. വീണ്ടും ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളും മറ്റുമാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കും. മനുഷ്യന് ഓരോ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ, അതിൽ മനുഷ്യൻ ആ അനുഗ്രഹങ്ങൾ ഏത് രീതിയിലാണ് അവൻ അതനുസരിച്ച് ജീവിക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സ്വഭാവം, അതിനെക്കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് ഈമാനും അമലെ സാലിഹാത്തും ഉള്ള ആൾക്കാർ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നു. അപ്പം അവരാനയിക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക്. അപ്പം മലക്കുകൾ അവരെ ആനയിക്കും സ്വർഗത്തിലേക്ക്. അപ്പോൾ ഈ കൂട്ടം കൂട്ടമായി എന്നുള്ള സുമറൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ സൂറത്തിന് പേര് തന്നെ സൂറത്ത് സുമർ എന്ന് വന്നത്. അതേസമയം സത്യനിഷേധികളായ ആൾക്കാരെ നരകത്തിലേക്ക് ഇതുപോലെ കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്യും? ആനയിക്കപ്പെടും. അതാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദുനിയാവിൽ വെച്ച് ഈമാനും അമലെ സാലിഹാത്തിനും കൊടുത്ത അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളെല്ലാം അവിടെ പുലരുന്നതായിട്ട് അവർക്ക് കാണുകയാണ്. അതുകൊണ്ട് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മലായിക്കത്തുകൾ, അത് അർശ് ചുമക്കുന്ന അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ ആ അർശിന് ചുറ്റും അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തുള്ളത്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഗാഫിറാണ്. സൂറത്തുൽ മുഅ്മിൻ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. 2 പേരാണ്. ഗാഫിർ എന്ന പേര് വന്നത് ഈ സൂറത്തിൽ അള്ളാഹു അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഗാഫിരി ദംബി വഖാബിലി തൗബ് എന്നാണ്. പാപങ്ങൾ പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ് എന്നാണ്. മുഅ്മിൻ എന്ന പേര് വന്നത് മൂസാ നബി ഫിറഔനുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അവിടെ തൻ്റെ ഈമാനെ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായി മുഅ്മിനായ ഒരു വ്യക്തി ആ സമയത്ത് ശക്തമായ നിലപാടെടുക്കുകയും കൃത്യമായി പരിശുദ്ധ ദീൻ്റെ ദഅവത്ത് നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ മുഅ്മിൻ എന്നും എന്തുണ്ട് പേരുണ്ട്. ഇനിയുള്ള ഈ സൂറത്തുൽ അഹ്ഖാഫ് വരെയുള്ള ഏകദേശം 7 സൂറത്തുകൾക്ക് ഹാമീം എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾക്ക് ഹവാമീം എന്നാണ് പേര്. മറ്റൊരു പേര് ആലു ഹാമീം എന്നും പേരുണ്ട്. ഖുർആൻ അവതരിച്ചതുപോലെ തന്നെയാണ് ഈ സൂറത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അതായത് ഇതേ ക്രമമനുസരിച്ചാണ് ഖുർആനിൻ്റെ ഈ 7 സൂറത്തുകൾ എന്തിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ്റെ ആ ക്രോഡീകരണത്തിൻ്റെ അതേ തർത്തീബിലാണ്, അതേ ക്രമമനുസരിച്ചാണ് ഖുർആൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സൂറത്തുകൾ എന്ത് ചെയ്യുന്നത്, അവതരിച്ചിരിക്കുന്നത്. അറബി സാഹിത്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന സൂറത്തുകളാണിത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകളെ സംബന്ധിച്ച് സഹാബാക്കൾ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്. ചില ഹദീസിൽ കാണാം ഇത് ഖുർആൻ്റെ മണവാളനാണ് എന്ന് ചില റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സൂറത്തുകളെല്ലാം തന്നെ മക്കിയാണ്. അത് മക്കി സൂറത്തുകളുടെ പ്രമേയമായ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ വിഷയങ്ങൾ വളരെ ആഴത്തിൽ ഈ സൂറത്തുകളിൽ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യും. ആദ്യം തന്നെ ഖുർആൻ്റെ ഹക്കാനിയത്ത്, ഖുർആൻ ഹക്കാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ പറയുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളായിട്ട് പറയുന്നത്, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ്. അതൊരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഷദീദുൽ ഇഖാബ് ദി തൗൽ എന്നാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനും ശക്തമായ ശിക്ഷ നടപ്പിൽ വരുത്തുന്നവനുമാണ്. ഒരു ഭാഗത്ത് തർഗീബാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തർഹീബാണ് ഈ സൂറത്തിൻ്റെ ശൈലി.
ഈ സൂറത്തുകളിലുടനീളം നമുക്കത് കാണാൻ കഴിയും. തർഗീബും തർഹീബും, അതായത് മനുഷ്യനെ അമലെ സാലിഹാത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. പാപികളായ മനുഷ്യരെ ആണെങ്കിൽ അവർ നിരാശരാകണ്ട, അള്ളാഹുലേക്ക് അടുത്ത് വരാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ പ്രേരണകൾ നൽകിക്കൊണ്ടുള്ള ഭാഗങ്ങൾ ഒരു ഭാഗത്താണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് ഈ സൂറത്തുകളിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള വഈദുകളാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന തർഹീബിൻ്റെ ആയത്തുകളും നമുക്കിതിൽ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമുക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. കാരണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ സദാസമയവും അർശിനെ ചുമക്കുന്ന മലായിക്കത്തുകളുണ്ട്. അവരവരുടെ തസ്ബീഹുകളിലും കഴിഞ്ഞുകൂടുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള, മാത്രമല്ല ആ മുഅ്മിനീങ്ങളുടെ മാതാപിതാക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ സന്താനങ്ങളെയെല്ലാം തന്നെ അവരിൽ സജ്ജരായ നല്ലവരായ ആൾക്കാരെ സ്വർഗത്തിൽ കടത്താനും സ്വർഗ പൂന്തോപ്പുകളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയും ആ മലക്കുകൾ ദുആ ചെയ്യുന്ന ഭാഗമാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശേഷം ഫിറഔൻ്റെ സംഭവത്തിലേക്കാണ് അടുത്ത ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഫിറഔന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ അവസാനം അവർ പദ്ധതി ഇടുകയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി പദ്ധതി ഇടുകയാണ്. അങ്ങനെ ഇവരെ കൂടിയാലോചന നടത്തുമ്പോൾ അവരുടെ ആ സദസ്സിൽ തന്നെ രഹസ്യമായി മുഅ്മിനായിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായി എതിർക്കുകയാണ്. അള്ളാഹു റബ്ബാണെന്ന് പറഞ്ഞ് ആ റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെയാണോ നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹം തൗഹീദിൻ്റെ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ആ മജ്‌ലിസിൽ വെച്ച് തന്നെ നല്ലൊരു പ്രസംഗം നടത്തുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ബാക്കിയുള്ളവർ ആകൃഷ്ടരാകാതിരിക്കാൻ വേണ്ടി ഫിറഔൻ അതിനെ പരിഹസിച്ച് തള്ളുന്ന ഒരു ഭാഗമാണുള്ളത്. ഫിറഔൻ പരിഹസിക്കുന്നത് ഹാമാനോട് വിളിച്ചിട്ട് പറയുന്നു, ഹാമാൻ ഒരു കാര്യം ചെയ്യും, ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കും, വലിയ ഉയർന്നൊരു കെട്ടിടം, എന്നിട്ട് ഞാനതിൽ കയറിപ്പോയിട്ട് മൂസയുടെ റബ്ബിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണ ഇതിനെ പറഞ്ഞ് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഈ ഫിറഔന് വരുന്നു. ഫിറഔൻ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. അപ്പോൾ ഇവിടെ ആ മുഅ്മിൻ്റെ അചഞ്ചലമായ, ഒരിക്കലും ചലിക്കാത്ത ആ ഈമാൻ, അദ്ദേഹത്തിൻ്റെ ദൃഢമായ വിശ്വാസം അതിനിവിടെ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ മുഅ്മിൻ എന്നൊരു പേരും കൂടെ എന്തിയിരിക്കുന്നത്, നൽകപ്പെട്ടിരിക്കുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെക്കുറിച്ചുള്ള പരാമർശമാണ്. ഒരുപാട് നിഅമത്തുകൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രിയും പകലും, അതിൽ രാത്രി നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, പകൽ നമ്മുടെ ജീവിതോപാധിക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പരിശുദ്ധമായതിനെ നമുക്ക് ഭക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇതെല്ലാം നൽകി വ്യക്തികളെ വെച്ച് നോക്കുമ്പോഴും അല്ലാഹു ഓരോരുത്തർക്കും ഓരോരോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കിട്ടിയിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്ദിയില്ലാത്തവനായി തീർന്നു എന്നുള്ളതാണ്. അതായത് സത്യനിഷേധിയായ ഒരു മനുഷ്യൻ ഇതെല്ലാം കിട്ടിയിട്ടും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നില്ല? ശുക്ർ ചെയ്യുന്നില്ല. അവൻ നന്ദിയില്ലാത്തവനായി തീരുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് നൽകുന്നത് ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണ്, ഏതൊരു മക്സദാണോ, നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായും ആ മക്സദിന് വേണ്ടി അതിനെ ഉപയോഗിക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ണോടിച്ച്, അതുപോലെ തന്നെ സ്വന്തം അസ്തിത്വത്തിൽ നമ്മൾ കണ്ണോടിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൽ നിന്ന് വിട്ട് അകന്നുകൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവുകയാണ്. അതാണ് അവിടെ ഉള്ള സൂറത്തുകൾ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് പറയുമ്പോൾ നമ്മുടെ വ്യത്യസ്തമായ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു സമഅ തന്നു, കേൾവി തന്നു, കാഴ്ച തന്നു. ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഇത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? ഇതൊരു അനുഗ്രഹമായിട്ട് തോന്നുകയുള്ളൂ. ഇതിൻ്റെ പിറകിൽ ഒരാളുണ്ട് എന്ന് മനസ്സിലാകുകയുള്ളൂ. കാരണം കേൾവിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കാഴ്ച, അപ്പം ഇതൊക്കെ ഒരിക്കലും ആകസ്മികമായി ഒന്നും ഉണ്ടാകുന്നതല്ല. ഇതിൻ്റെ പിറകിൽ ഒരാളുണ്ട്. അപ്പോൾ അവനെ നമ്മൾ എന്ത് ചെയ്യണം? നന്ദിയുള്ളവനായിരിക്കണം എന്നൊരു ബോധം ചിന്തിക്കുന്നവർക്ക് എന്തായാലും ഉണ്ടാകും. ഇതേപോലെ തന്നെ മനുഷ്യനെ അവൻ്റെ അവസ്ഥകൾ, അവൻ കുഞ്ഞായിരുന്നു,
പിന്നെ അതിനുശേഷം ചെറുപ്പമാകുന്നു. അപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് ബാക്കിയുള്ള ജീവികൾ പോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലല്ല മനുഷ്യനുള്ളത്, ഒരു കഴിവുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ അവൻ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വരുന്നു, ബാക്കി അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ ചെറുപ്പമാകുന്നു. പിന്നെ അതിനുശേഷം അവൻ യുവാവാകുന്നു, അവസാനം അവൻ വാർദ്ധക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. ആ തിരിച്ചു പോകുന്ന സമയത്തും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഈ പല ഘട്ടങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം, ഇതിന് പിറകിൽ ഒരാളുണ്ട്, ഇത് പടച്ച അള്ളാഹുവാണ്. ഇതേപോലെ തിരിച്ച് ഞാൻ മരിച്ചു പോയാൽ രണ്ടാമതും എന്നെ തിരിച്ച് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നവന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം മുശ്രിക്കീങ്ങളുടെ അവരുടെ അഹങ്കാരവും അവരുടെ ധിക്കാരവും അവർ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യവും എല്ലാം കൃത്യമായി മുൻകഴിഞ്ഞ സമുദായത്തിലും ഇതിങ്ങനെ നടന്നു വന്ന ഒരു കാര്യമാണ്. അവസാന നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള അടിമകൾ കടന്നു പോയിട്ടുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ്, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇതിനകത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് താങ്കളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത സൂറത്താണ് സൂറത്ത് ഹാമീം സജദ. ഇതിന് ഫുസ്സിലത്ത് എന്നും പറയും. കാരണം കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന് ഇതിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ ആയാത്തുകളെ കൃത്യമായി ഓരോന്നും നിയമങ്ങളെല്ലാം വേറെ വേറെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുന്നു എന്നിതിൽ പരാമർശിക്കുന്നത് കൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ഫുസ്സിലത്ത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സജദയുടെ ആയത്ത് ഉള്ളത് കൊണ്ട് ഈ സൂറത്തിന് ഹാമീം സജദ എന്നും എന്തുണ്ട് പേരുണ്ട്. മറ്റുള്ള സൂറത്തുകൾ പോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ഖുദ്റത്തിൻ്റെ അടയാളങ്ങൾ, പ്രത്യേകിച്ച് അവൻ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഈ സൂറത്തുകൾ, ഈ കഴിഞ്ഞ സൂറത്തുകളും ഇനി വരാൻ പോകുന്ന ഈ സൂറത്തുകളുടെ എല്ലാം ലക്ഷ്യം എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ഗുണപാഠങ്ങൾ, നിയമങ്ങൾ, ഉദാഹരണങ്ങൾ, ഇതെല്ലാം കൃത്യമായി വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിനകത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. മനുഷ്യൻ ഒരിക്കലും ധിക്കരിച്ച് പുറകോട്ട് പോയാൽ നാളെ ആഖിറത്തിൽ അവൻ വൻ പരാജയത്തിലായി പോകും എന്നുള്ള സൂചന ഈ സൂറത്തുകളിലെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സൂറത്തിൽ എടുത്തു പറയാനുള്ള കാര്യം ഖുർആനെ പരിഹസിക്കുന്നൊരു രൂപം. അതായത് ഖുർആൻ ആലങ്കാരികമായി പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഒരു പിടിവാശിയുടെ പേരിൽ മുസ്ലിം ആകാത്ത അല്ലെങ്കിൽ ഈമാനിലേക്ക് കടന്നു വരാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ കാഴ്ചകളെയും അവരുടെ കേൾവികളെയും മറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഹക്ക് സ്വീകരിക്കുന്ന അവരുടെ ഹൃദയത്തിന് എന്തുണ്ട്, മറയുണ്ട് എന്നുള്ള പ്രയോഗങ്ങളെല്ലാം ആലങ്കാരികമായി പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പ്രയോഗങ്ങളെ എടുത്തുകൊണ്ട് കാഫിരീങ്ങൾ വീണ്ടും നിഷേധിക്കുകയാണ്. അവർ പറയുകയാണ്, താങ്കളുടെ നസീഹത്ത് അല്ലെങ്കിൽ താങ്കളുടെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്, ഞങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല, ഞങ്ങളുടെയും ഈ ഹക്കിൻ്റെയും ഇടയിൽ വലിയ മറയുണ്ട്, ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതെന്ന് പരിഹസിച്ചുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ തള്ളിക്കളയുന്നൊരു ഭാഗമാണ് അടുത്ത ആയത്തുകളിൽ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായിട്ട് പറയുക, താങ്കളുടെ പ്രബോധനം തുടർന്നുകൊണ്ടിരിക്കുക, താങ്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചതാണ് എന്നും അതുപോലെ തന്നെ താങ്കളുടെ വ്യക്തിത്വം, താങ്കൾ ആരാണ് എന്ന് കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കുക. താങ്കൾ ഒരു മലക്കല്ല, അതുപോലെ തന്നെ മറ്റ് അള്ളാഹുവിൻ്റെ വേറെ ഏതോ സൃഷ്ടിയുമല്ല, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, സാധാരണയായൊരു മനുഷ്യനാണ്. പ്രത്യേകത എന്താണ്? വഹിയുണ്ട്, റിസാലത്തുണ്ട് എന്നുള്ള പ്രത്യേകത മാത്രമേ താങ്കൾക്കുള്ളൂ. താങ്കൾ അവരൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഇത്രയും സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷവും ഈ സത്യനിഷേധികളായി പോകുന്നല്ലോ എന്ന വിഷയത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അടുത്തത്. വളരെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. കാരണം ചിന്തിക്കുന്നവർ അല്പമെങ്കിലും ചിന്തിക്കുക, അതുപോലെ തന്നെ വക്രതയില്ലാതെ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണ് എങ്കിൽ കൃത്യമായ ഒരാൾക്ക് മനസ്സിലാകും അള്ളാഹു ഉണ്ട്, ഇതെല്ലാം പടച്ച ഒരാളുണ്ട് എന്ന് മനസ്സിലാകും. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും സത്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അത് പിന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അവിടെ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണുള്ളത്. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമുദായത്തിന് ഇങ്ങനെ അവർക്ക് വന്ന ദുരിതം, അവർക്ക് വന്ന അള്ളാഹുവിൻ്റെ അദാബും ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെച്ചിരിക്കുന്ന അദാബിനെ കുറിച്ചും പരാമർശിക്കുന്നു. അതിലെടുത്ത് പറയുന്ന രണ്ട് സമൂഹമാണ് ആദ്, സമൂദ് ഗോത്രക്കാർ. ആദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തരായിരുന്നു. ഒറ്റയ്ക്കൊരു പാറക്കല്ല്, വലിയ പാറകളൊക്കെ പൊട്ടിച്ച്
അതുപോലെ തന്നെ വലിയ വലിയ പാറകൾ തുരന്ന് അതിനകത്ത് വീടുണ്ടാക്കി ആ രീതിയിൽ ഭയങ്കര ശക്തരായ ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ശക്തി അള്ളാഹു അവർക്ക് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് പകരം അതിനകത്ത് അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അവരുടെ ശക്തിയിലും കഴിവിലും അവർ അഹങ്കരിച്ചു, അവരുടെ പ്രവാചകനെ അംഗീകരിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല തുടരെയുള്ള 7 ദിവസത്തെ തുടരെയുള്ള ഒരു കാറ്റ് അവർക്ക് അയച്ചു കൊടുക്കുകയും തണുത്ത ശക്തമായ കാറ്റടിക്കുകയും ആ കാറ്റിലൂടെ, ആ കൊടുങ്കാറ്റിലൂടെ അവരെല്ലാവരും നശിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ സമൂദ് ഗോത്രക്കാർ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ച് തള്ളി. മോജിസത്ത് ചോദിച്ചു, മോജിസത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അതിനെയും അവർ ധിക്കരിച്ചു. ആ ഒട്ടകത്തെ അവർ അറുത്ത് കളഞ്ഞു. അങ്ങനെ ആ അർത്ഥത്തിൽ അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് പകരം ധിക്കരിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെവി അടപ്പിക്കുന്ന ഭയങ്കരമായ ഒരു ശബ്ദം അവർക്ക് ഉണ്ടാക്കുകയും ഭൂമി തന്നെ കുലുങ്ങുകയും അങ്ങനെ അവരെല്ലാവരും നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ നാശം നമുക്ക് ഗുണപാഠമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഗുണപാഠമാണ്. എത്ര വലിയ കഴിവുണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിയില്ല എങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശം തന്നെയായിരിക്കും എന്നൊരു സൂചന. ഇതിനുശേഷം മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ പറയുകയാണ്. അത് ഏറ്റവും വലിയ ഗുണമാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, നമ്മളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്ത്. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് നാൾ ഒരു ഇബാദത്ത് ചെയ്തു, പിന്നെ വിട്ടുകളഞ്ഞു. കുറച്ച് നാൾ ഓക്കെയാണ്, പിന്നെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുന്നു, സാഹചര്യമൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നു. അങ്ങനെ ചെയ്യാതെ നിലനിൽക്കുന്ന ഇബാദത്ത്. അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഒരു കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഖാമത്തോടുകൂടെ, അതായത് നിലയുറച്ച് നിൽക്കൽ, ഏതെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ദീനിനകത്തും അമലെ സാലിഹാത്തിനകത്തും നിലയുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം. കാരണം ഈ നിലയുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ കാണിക്കുന്ന കറാമത്തുകൾ അതിനേക്കാൾ മഹത്വമാണ് ഏതിന്? ഇസ്തിഖാമത്തിന്. ഇസ്തിഖാമത്തോടുകൂടെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ഒരാൾ നിലകൊള്ളുകയാണ് എങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന അനുഗ്രഹം. അപ്പം അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ്? മലക്കുകൾ അവരുടെ മരണത്തിനു മുമ്പായി, മരണാസന്നരായി കിടക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ അവരുടെ അടുക്കൽ വരും. എന്നിട്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടും. അത്രയും വലിയ മഹത്വമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വെച്ചിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? ഈ ഇസ്തിഖാമത്തിൻ്റെ പേരിൽ. അതിനുശേഷം മുആശറയിൽ, സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, അതിനെങ്ങനെ നമ്മൾ സമീപിക്കണം. അതിലൊന്നാണ്, ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. നല്ല രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശത്രു പോലും നമ്മുടെ മിത്രമാകുന്നതാണ്. അപ്പോൾ ഏതൊരു വിഷയം അതിന് നീതിപൂർവമായിട്ട് നമുക്ക് ഒരു കാര്യത്തിൽ നമ്മളെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഖിസാസുമായി ബന്ധപ്പെട്ട് നീതിപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം, നീതി നടപ്പിലാക്കാം. നമുക്കെന്ത് ചെയ്യാം? കോടതിയിൽ നിന്ന് നീതി നേടിയെടുക്കാൻ പറ്റും. അതൊരു വിഷയമാണ്. പക്ഷേ നല്ലത് കൊണ്ട് നമ്മൾ തിന്മയെ തടയുകയാണ് എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ശത്രുവായ ആൾ പോലും നമ്മുടെ മിത്രമായി വരും. അപ്പം വിട്ടുവീഴ്ച മനോഭാവം എന്തുകൊണ്ടും ഏറ്റവും നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണിത്. അത് കഴിഞ്ഞ് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിമർശനമാണ്, എന്തുകൊണ്ട് ഖുർആൻ മറ്റൊരു ഭാഷയിൽ ഇറങ്ങിക്കൂടാ? അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കിത് മുഅ്ജിസത്താണെന്ന് കാണാം. കാരണം അറബി മാത്രം അറിയാവുന്ന പ്രവാചകൻ ഇപ്പോൾ ദാ നോക്കുന്നു പുതിയൊരു ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ, ഇത് ഒരു പ്രവാചകനാണ്. കാരണം അറബി അല്ലാത്ത ആൾ എന്തിന് മറ്റൊരു ഭാഷയിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ ഈ നിസ്സാരമായ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ ഖുർആൻ എന്ത് ചെയ്യാണ്? കൂടുതൽ ആ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഒരു അറബി പ്രവാചകൻ അറബിയും കിതാബ് അറബി അല്ലാത്തൊരു ഭാഷയിലും. എന്ത് വിഡ്ഢിത്തരമാണ് ഇവർ ഈ പറയുന്നത്? ഈ ഖുർആൻ എന്തിനാണ്? ഇതൊരു സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ആ പ്രവാചകൻ ഏതൊരു സമൂഹത്തിലാണോ വന്നിരിക്കുന്നത് ആ സമൂഹത്തെ സംസ്കരിക്കണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഭാഷയിലല്ലേ വേണ്ടത്? ആ പ്രവാചകൻ ആ സമൂഹത്തിൽപ്പെട്ട ആ സമൂഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന പ്രവാചകനും ആ സമൂഹത്തിൻ്റെ ഭാഷയിൽ തന്നെയുള്ള ഗ്രന്ഥവും വന്നാലല്ലേ ആ സമൂഹത്തിന് സംസ്കരിക്കാൻ കഴിയൂ എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ അവരുടെ ബാലിശമായ വിമർശനത്തിന് കൃത്യമായി മറുപടി നൽകുകയാണ്. ശേഷം ഈ ജുസുവിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നു,
അതുകൊണ്ട് നന്മ ചെയ്യുന്നത് ആരാണെങ്കിലും ആ നന്മ അവനാണ് അതിൻ്റെ പ്രതിഫലം, അതിനും അവനുള്ളതാണ്. തിന്മയാണെങ്കിലും അത് അവന് തന്നെയാണ്. ഇതിനകത്ത് അള്ളാഹുവിനൊന്നും കിട്ടാനില്ല. അപ്പോൾ ആര് എന്ത് ചെയ്താലും മൻ അമില സാലിഹൻ ഫലി നഫ്സിഹി വമൻ നസാ ഫഅലൈഹ, തിന്മ ചെയ്താൽ അവൻ്റെ നഫ്സിനാണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയാണ് എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.